ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോക്സി സെർവറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് പഠിക്കാൻ ആദ്യം ഒരു സിനാരിയോ കൺസിഡർ ചെയ്യാം. നമുക്ക് ഒരു ജോൺ എന്ന യുവാവിനെ കൺസിഡർ ചെയ്യാം. അയാൾ ഒരു യൂട്യൂബ് വീഡിയോസ് ധാരാളം കാണുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു നാൾ അയാളൊരു വീഡിയോ നോക്കിയപ്പോൾ, അതായത് ഒരു വാർ റിലേറ്റഡ് വീഡിയോ നോക്കിയപ്പോൾ അത് അയാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അതിലെന്തോ അൺസെൻസേർഡ് കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ആ വീഡിയോ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു വന്നു. അതായത് അയാളുടെ ലൊക്കേഷനിൽ നിന്നുള്ള IP അഡ്രസ്സിനെ ആ പർട്ടിക്കുലർ വീഡിയോ കാണുന്നതിൽ നിന്നും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണാനായിട്ട് അയാളൊരു പ്രോക്സി സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ അയാൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അതായത് ആ പർട്ടിക്കുലർ IP ബ്ലോക്കിനെ അയാൾക്ക് ആ പ്രോക്സി സെർവറിൻ്റെ സഹായത്തോടെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ കേസിൽ പ്രോക്സി ആക്ട് ചെയ്യുന്നത് ഒരു ഓപ്പൺ ഇൻ്റർനെറ്റ് ആയിട്ടാണ്. അതായത് എല്ലാ യൂസറിനും ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ ഇൻ്റർനെറ്റ് പോലെയാണ് ഈ പ്രോക്സി അവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് വേണ്ടി ചിലപ്പോൾ അറ്റൻഡൻസ് പറയുമല്ലേ. അപ്പോൾ ആ കേസിൽ നമ്മുടെ ഫ്രണ്ട് അവിടെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോക്സി ആയിട്ടാണ്. അതേ സെയിം സിനാരിയോ ആയിട്ടാണ് അതായത് ഒരു പ്രോക്സി അവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു പർട്ടിക്കുലർ ബ്ലോക്കിനെ നമുക്ക് റിമൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രോക്സി അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോക്സി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ഇൻ യൂസറാണ്. അതായത് ഒരു റിയൽ ക്ലയൻറ്റിനെ പ്രൈവറ്റ് ആക്കി നിർത്തിയിട്ട് ഒരു സ്റ്റാൻഡ് ഇൻ യൂസർ പോലെ, അതായത് ജസ്റ്റ് ഒരാളെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോക്സി എന്നാൽ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിനാരിയോ ഞാൻ പറഞ്ഞു, ജോണിൻ്റെ സിനാരിയോയിൽ എങ്ങനെയാണ് ആ ജിയോ ലൊക്കേഷൻ ബ്ലോക്കിംഗ് അയാൾ പ്രോക്സി ഉപയോഗിച്ചുകൊണ്ട് അയാൾ മാറ്റിയത്. അപ്പോൾ ഈ കേസിൽ അയാൾ ആ വീഡിയോ ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാളുടെ പർട്ടിക്കുലർ IP അഡ്രസ്സിനെയാണ് ആ വീഡിയോ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആ IP അഡ്രസ്സാണ് അവിടെ ഇഷ്യൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ നേരെ ഒരു പ്രോക്സി സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് അയാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എങ്ങനെയാണ് അവിടെ ആ ബ്ലോക്ക് അവിടെ മാറിയത്? അതായത് ആ പ്രോക്സി സെർവറിൽ കണക്ട് ചെയ്തപ്പോൾ അയാൾക്ക് അവിടെ പുതുതായിട്ടൊരു IP അഡ്രസ്സ് കിട്ടി. ആ IP അഡ്രസ്സിന് ആ പർട്ടിക്കുലർ വീഡിയോ ബ്ലോക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ IP അഡ്രസ്സിൽ അയാൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ജോൺ എന്ന് പറഞ്ഞ യുവാവ് ഇനി എപ്പോഴെല്ലാം ആ വീഡിയോ ആക്സസ് ചെയ്യുന്നുവോ ആ വീഡിയോ നോക്കുമ്പോൾ അയാൾ കാണുന്ന ആ വീഡിയോയ്ക്ക് വരുന്ന IP അഡ്രസ്സ് എന്ന് പറയുന്നത് അയാളുടെ ഒറിജിനൽ IP അഡ്രസ്സ് അല്ല, പകരം പ്രോക്സി അസൈൻ ചെയ്ത ആ പുതിയ IP അഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ വീഡിയോ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈസി ആയിട്ട് തന്നെ ആ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോക്സി സെർവർ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ലാപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാപ്പിൻ്റെ കോൺഫിഗറേഷൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതേപോലെ ഫോണാണെങ്കിൽ അതേപോലെ നെറ്റ്വർക്ക് റൗട്ടറിലാണെങ്കിൽ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് പ്രോക്സി സെർവർ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അതിനേതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഈ പ്രോക്സി സെറ്റപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ ആ കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ഫ്രീ ആയിട്ടുള്ള പ്രോക്സി സെർവറും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഫ്രീ ആയിട്ട് വരുന്നതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിക്ക് യാതൊരു ഗ്യാരണ്ടി നമുക്കവിടെ പറയാൻ സാധിക്കില്ല. ഇങ്ങനെ വരുന്ന മിക്ക പ്രോക്സി സെർവറും നമുക്കൊരു പർട്ടിക്കുലർ IP അഡ്രസ്സും അതിൻ്റെ അനുസരിച്ചുള്ള പോർട്ട് നമ്പറും നമുക്ക് ഫിക്സ് ആയിട്ട് തരും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പല വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം ആക്സസ് ചെയ്യുന്നത്. പിന്നെ മറ്റ് പല പ്രോക്സികൾ വരുന്നുണ്ട്. അതായത് പെയ്ഡ് ആയിട്ടുള്ള പ്രോക്സി സെർവറും കാര്യങ്ങളും. ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് പ്രോക്സി, ബ്രൈറ്റ് ഡേറ്റ, അങ്ങനെയുള്ള പ്രോക്സി സെർവർ എന്ന് പറയുന്നത് നമ്മളതിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ലോഗിൻ പോർട്ടൽ വരും. അപ്പോൾ അവിടെ നമ്മൾ ലോഗിൻ ചെയ്ത് ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് മാത്രമേ നമുക്കവിടെ പ്രോക്സി ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചെറിയ എമൗണ്ട് തന്നെ അടച്ചിട്ട് നമുക്കവിടെ പ്രോക്സി സെർവർ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്നത് കുറച്ചുകൂടെ സെക്യൂർ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ IP അഡ്രസ്സ് ഹൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ IP അഡ്രസ്സ് മാറ്റാൻ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഐഡിയ എന്ന് പറയുന്നത് VPN ആയിരിക്കും അല്ലേ, പ്രോക്സിയേക്കാൾ മുന്നേ. അത് കറക്റ്റ് തന്നെയാണ്. പലരും VPN തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രോക്സിയുടെ കാര്യം വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. VPNൻ്റെ കേസിൽ നമ്മൾ VPN കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സെക്യൂർ ടണൽ ക്രിയേറ്റ് ചെയ്യല്ലേ. VPNനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമ്മളൊരു പ്രത്യേകം വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് VPN എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ബാക്കി കാണാൻ ശ്രമിക്കുക. അപ്പോൾ VPN എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ബാക്കി വീഡിയോ കാണാവൂ. അപ്പോൾ VPNൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്യൂർ ടണൽ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ, നമ്മുടെ വെബും നമ്മുടെ കമ്പ്യൂട്ടറും അതായത് VPN സർവീസ് പ്രൊവൈഡർ തമ്മിലൊരു സെക്യൂർ ടണൽ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ VPN എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്, സെക്യൂർ ആണ്. അതേപോലെ തന്നെ ഡൗൺ ടൈമും വളരെ കുറവാണ് VPNൻ്റെ കേസിൽ.
പക്ഷേ പ്രോക്സിയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ സെക്യൂരിറ്റി ഒരു വലിയ ചോദ്യചിഹ്നമാണ് പ്രോക്സിയുടെ കാര്യത്തിൽ. അതായത് നമ്മുടെ IP അഡ്രസ്സ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എവിടെയാണോ ആക്സസ് ചെയ്യുന്നത് അത് ഈസി ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. VPN പോലെയല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ റിലയബിലിറ്റിയുടെ കാര്യത്തിലും വളരെ സംശയമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡൗൺ ടൈമും എപ്പോൾ വേണമാണോ ആക്റ്റീവ് ആകും, അതേപോലെ ഡൗൺ ആവാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ പ്രോക്സി ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക്ഡ് കണ്ടൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ ഓപ്പൺ പ്രോക്സി സെർവർ ഉപയോഗിക്കുന്നതിലൂടെ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫയർവാൾ സിസ്റ്റം നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റ് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും ഈ പ്രോക്സി സെർവർ വഴി. പിന്നെന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. ബട്ട് സെക്യൂരിറ്റിയുടെ കാര്യം വരികയാണെങ്കിലും പലരും പ്രിഫർ ചെയ്യുന്നത് VPN തന്നെയാണ് പ്രോക്സിയേക്കാൾ. അതൊരു പരിധിവരെ കറക്റ്റ് തന്നെയാണ്. VPN ആണ് എന്തായാലും പ്രോക്സി ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പ്രൈവസി ഒരു വലിയ പ്രശ്നമല്ല എങ്കിൽ VPNേക്കാൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സർവീസ് എന്ന് പറയുന്നത് പ്രോക്സി തന്നെയാണ്. കാരണം VPN എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തേർഡ് പാർട്ടി വഴി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് പ്രോക്സി സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഡീഫോൾട്ടായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ബ്രൗസറിലായാലും അല്ലെങ്കിൽ വിൻഡോസ് ആയാലും ഏത് ഡിവൈസ് ആണെങ്കിലും നമ്മുടെ ഇൻബിൽട്ടായിട്ട് തന്നെ പ്രോക്സി സർവീസും കാര്യങ്ങളും അത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ കോൺഫിഗർ ചെയ്യാൻ VPNനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് പ്രൈവസി ഒരു ഇഷ്യൂ അല്ല എങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രൈവസി നമ്മൾ വലിയ രീതിയിൽ ബാധിക്കുന്ന അല്ലാത്ത കണ്ടൻസും കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോക്സി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോക്സിയെ പറ്റിയിട്ടാണ്. എന്താണ് പ്രോക്സി, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിന് ഉപയോഗപ്പെടുന്നെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.